सर ओके सर, अभी हमारा मूवमेंट शुरू कर देंगे। जी सर। मेजर जनरल जाफर खान का था, हिंदुस्तान को जीतने के लिए किसी भी आइडिया यूज करने को बोला है। उसके बारे में मेजर साहब आप क्या कहते हैं? हमारे प्लान से वो इंडियन को एक शॉक ट्रीटमेंट देना पड़ेगा। वो लोग शर्मिंदा होना चाहिए। मेजर जनरल जाफर खान फातिमा द्वारा सब इंतजाम कर दिया है। आप तैयार हैं? मैं मुलाकात करने के लिए तैयार हूँ साहब। आज से हमारा ऑपरेशन शुरू हो जाएगा। ये दूल्हा अभी तक आया क्यों नहीं है? मुहूर्त आ गया लेकिन दूल्हा अभी तक नहीं आया। चिंता मत कीजिए, मैंने सब तैयारियां कर दी है। सही समय पर वो लोग आ जाएंगे। बॉर्डर है ना, वहाँ कोई चेकिंग वगैरह होगी। आप बाकी की तैयारियां कीजिए, जाइए। नहीं हिलना, ये पूरे गांव हमारे कस्टडी में है। सब औरत गाड़ी में चलो। अबे हरामजादे, के लिए हमको धोखा दिया। बोल बोल। खामोश। सब औरतें जल्दी से गाड़ी के अंदर जाओ। जब तक हम जिंदा हैं ये कभी नहीं होगा। No, I don't want any explanation. Just find out the details of the person who cheated the border security force and help them to get inside. All right? Inform me immediately. Okay? Brigadier Nair here. Ade sir. Nair ആണ് sir. അതൊരു ചീറ്റിംഗ് ആയിരുന്നു സർ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ആരോ കബളിപ്പിച്ചിട്ടാ അവരെ ഉള്ളിൽ കടത്തിയത്. സർ, I will trace it out immediately, sir. I have done it, sir, already. Lieutenant Colonel ശരത്ചന്ദ്രന്റെ കീഴിൽ ഒരു ട്രൂപ്പിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. മലയാളീസ് അധികവും നമ്മുടെ കമ്പനിയിൽ ബന്ധപ്പെട്ടത് ഭാഗ്യമായി. ഇനി മെസ്സേജസ് കൈമാറുന്നത് മലയാളത്തിലാക്കാം. എന്താ? അത് ശരത് സാറ് പറഞ്ഞ നല്ല ഐഡിയ. അറിയാതെ എങ്ങനെ അവരുടെ റേഞ്ചിൽ പെട്ട നമ്മുടെ ഈ കുടുകുട് ഭാഷ അവർക്ക് തവസിരുന്ന പിടിയിട്ടില്ല. കറക്റ്റ് ഗോപി. ബേസ് എന്നുള്ള ഇൻഫർമേഷന് ഏതെങ്കിലും മലയാളി വയർലെസ് ക്രൂവിനെ ഏൽപ്പിക്കാൻ ഒരു മെസ്സേജ് കൊടുക്കും. എനിക്ക് ഒരു നല്ല സജഷൻ പറയാനുണ്ട്. എന്താണ്? ഇന്ന് ഒരു ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നാളെ പോയ പോരെ സാർ? ഉപ്പൂറ്റി കൂടെ വേദന അസ്ഥിയിലേക്ക് ഇങ്ങനെ അരിച്ചു കയറും. ഒരു ക്യാമ്പ് ഇറക്കായിട്ട് കൂടിയിട്ട് ഡാൻസും പാട്ടും റിലാക്സ് ചെയ്യാം. എന്നാ പിന്നെ ഇതിന്റെ കൂടെ ഇറങ്ങി പോന്നെ. ഒരു സിക്ക് ലീവ് എഴുതി കൊടുത്താൽ ബേസിൽ എങ്ങനെ ചുണ്ടു കൊടുക്കണം പോരായിരുന്നു. അതെങ്ങനെ? നമ്മുടെ ഫാമിലി ഡോക്ടർ ഹേമ മാഡം ആർക്കും സിക്ക് ലീവ് എഴുതി തരില്ലല്ലോ. ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ചെന്നാലും ഒരു ക്രോസും തന്നിട്ട് ഡ്യൂട്ടിക്ക് നോക്കോളാൻ പറയും. ഹേമ മാഡത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സാബിന് നാണമായി. ഒരു കാര്യം വീട്ടിൽ വിളിച്ച് മദർ സീരിയസ് എന്ന് പറഞ്ഞ ഒരു ടെലിഗ്രാം പഠിപ്പിക്കും. അതെങ്ങനെയാ? മദർ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലേ ഇവൻ 3 തവണ ലീവ് എടുത്ത് നാട്ടിൽ പോയത്. കഴിഞ്ഞോണം മരിച്ചത് അമ്മൂമ്മയുടെ അമ്മയാ, അതിനു മുമ്പ് അമ്മൂമ്മ, അതിനു മുമ്പ് അമ്മ. എല്ലാം മദേഴ്സ് തന്നെയല്ലേ? ബോർഡർ എന്ന സിനിമ കണ്ടിട്ട് ആവേശം മൂത്ത് ഇങ്ങോട്ട് ചാടിപ്പോരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കുരിയച്ച. അത് പ്രഭാകര സാറ് പറഞ്ഞ കറക്റ്റാ. ആ ഹിന്ദിവാദിയാരുടെ പണി തന്നെ പോരായിരുന്നു. അതെ അതെ. തട്ടിപ്പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സാറ് വെറുതെ? പേടി തനിക്കില്ലേ? കുഞ്ഞുണ്ണി പേടിക്കണം, കുറെ പുളിക്കണം. എന്റെ ജാതക പ്രകാരം ആയുസ് 87.
പഴയങ്ങാട്ട് പള്ളിപ്പണിക്കൽ ഒരു ജാതകം എഴുതിയാൽ അത് അച്ചിട്ടാണ്, അറിയാമോ? എന്തായാലും ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഹിന്ദിയുടെ ABCD അറിയാത്ത തനിക്ക് പോലും ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. എന്റെ തിരുവൈരാണിക്കുളത്തപ്പ ഹിന്ദിയിൽ ABCD ഉണ്ടാ? സൈലൻസ്. സാർ എന്റെ അമ്മോ, അയ്യോ അത് ക്യാപ്റ്റൻ വിജയനല്ലേ? വിജയനോ? അതെ സാർ, വിജയൻ തന്നെയാ. ഗുരുവായൂരപ്പ, ഞാൻ വിചാരിച്ച എല്ലാം ഇപ്പൊ തീർന്നെന്ന്. പാകിസ്ഥാൻ സ്പൈ ആയിരിക്കുമെന്നാ വിചാരിച്ചത്. ബുള്ളറ്റ് കൊണ്ട് ഇപ്പൊ പൊതിഞ്ഞാനെ. വിജയൻ എങ്ങനെ ഇവിടെ എത്തി? ഉടൻ പുറപ്പെട്ടെത്താൻ സിഗ്നൽസ് ഇന്ന് ഉത്തരവ് കിട്ടി. മാപ്പിലും കാണാത്ത ഈ ഗംഗോക്കതലായി തപ്പി കുറെ കറങ്ങി. ഒടുവിൽ ഭജരംഗവലിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് കമ്പനി മൂവായെന്ന് അറിഞ്ഞത്. താഴ്വാരം വഴി നടന്ന് അലഞ്ഞു തിരിഞ്ഞിവിടെ എത്തിയപ്പോ മൂത്രസഞ്ചി പൊട്ടിപ്പോകുന്നായി. അപ്പൊ നീർന്നു പോയതാ. എന്നിട്ട് സഞ്ചി കാലിയാക്കിയ ആശ്വാസായി. ഒരു സെക്കൻഡ് സെറ്റിരുന്നെങ്കിൽ ഞാൻ വെടിവെച്ചേനെ. മൂത്രസഞ്ചി കിട്ടാ. नहीं बोलेगी? बोल, ये कौन है? हरामजादी, बोलो ये कौन है तुम्हारा? मेरा पति है। कौन सा रेजिमेंट का? केवल का। हिंदुस्तान आ रहे हैं। किधर है? मुझे तो कुछ नहीं दिख रहा। मैंने देखा साहब, एक ग्रुप आ रहा है. ठीक है, बी अलर्ट, किसी को जिंदा नहीं छोड़ना. सब. Come on, come. ഈ ഹെൽമെറ്റും സന്നാഹമൊന്നും വേണ്ട സാർ. പാക് പട്ടാളം പോയിട്ട് മൈസൂർ പാക്ക് പോലും ഇവിടെ എങ്ങും കാണാനില്ല. Shut up. Boys, be careful. Move. Move. എന്റെ മിനിമോടെ പ്രായം. ഇതൊരു ട്രാപ്പാണെന്ന് തോന്നുന്നു. ഏയ്, കൊച്ചു കുഞ്ഞിനെ വെച്ച് എന്ത് ട്രാപ്പാണ് സാർ? നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കണം സാർ. വേണ്ട സാർ, അവന്മാരെ അതിനകത്തുണ്ടാവും. ഇല്ല ഗോപി, എന്റെ മിനിമോൾ കരയുന്ന പോലെ തോന്നുന്നു. സാർ, ഞാൻ ആ കുഞ്ഞിനെ താഴെ ഇറക്കാം. പ്രഭാകരൻ, വാട്ട്സ് റോങ് വിത്ത് യു? ഫോളോ മീ. സാർ പ്ലീസ് സാർ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇവിടെ അങ്ങ് ഒരു പൂച്ചാണ്ടി ഇല്ല. Shut up. ചോമത് ബേട്ടി. ആരും അടുത്തേക്ക് വരണ്ട. അവന്മാർ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. നമ്മളുടെ ആരും ഇനി കുരുതിയാവരുത്. നമ്മളുടെ ഒരു തരി മണ്ണ് പോലും യുമാർക്ക് വിട്ടുകൊടുക്കരുത്. എന്റെ ഓമനയോടും മിനിമോളോടും ഞാൻ യാത്ര ചോദിച്ചായി പറയണം.
ആർക്കെങ്കിലും കൈ അടക്കണമെങ്കിൽ പറയണം. 2 എണ്ണത്തിണ്ട് പൊട്ടിക്കാൻ എന്റെ കൈ ധരിക്കണം. ഈ തെണ്ടികൾക്ക് വേഷം മാറി വന്ന് ചതിക്കാനല്ലാതെ ഒരു വെട്ടി നേർക്ക് നേർ വെക്കാനുള്ള കഴിവല്ല. അയ്യോ, കാവിലമ്മ പറഞ്ഞത് കേട്ടെന്നാ തോന്നുന്നേ. ഏത് ബുള്ളറ്റൊന്നും അല്ല. ആ ഹെൽമെറ്റ് തലേ വെക്കണോ? സാർ പേടിക്കണ്ട. ജാതക പ്രകാരം ആയുസ് 87. എന്റെ ജാതകത്തിന്റെ ആയുസ് 87. പഴയങ്ങാട്ട് പള്ളിപ്പള്ളിക്ക് ജാതകം എഴുതിയ അച്ചിട്ടാ. हिंदुस्तान जिंदाबाद जिंदाबाद जिंदाबाद, पाकिस्तान मुर्दाबाद मुर्दाबाद मुर्दाबाद, हिंदुस्तान जिंदाबाद जिंदाबाद जिंदाबाद, पाकिस्तान मुर्दाबाद Pakistani dead bodies. जी सर. പ്രിയമുള്ള ഓമനയും എൻ്റെ മിനിമോളും അറിയുന്നതിന് ഞാനിവിടെ സുഖമായി എത്തി. അവിടെ നിന്ന് പോന്നതിൽ പിന്നെ എൻ്റെ പൊന്നുമോളുടെ മുഖം തന്നെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾ ചോദിച്ച സമ്മാനം അച്ഛൻ മറന്നിട്ടില്ല എന്ന് പറയണം. അടുത്ത ലീവിന് വരുമ്പോൾ സമ്മാനമായിട്ടേ അച്ഛൻ വരികയുള്ളൂ. ഒന്നും ഓർത്ത് ഓമന വിഷമിക്കരുത്. ഈശ്വരൻ നമുക്കെല്ലാം നല്ലതേ വരുത്തും. വീട്ടിലേക്ക് അയക്കാൻ പ്രഭാകരൻ എഴുതിയ കത്തായത്. പക്ഷേ ഇത് പോസ്റ്റ് ചെയ്യും മുമ്പേ സാബാണ് ഞങ്ങളുടെ ശക്തി. സാബ് ഇങ്ങനെ തളർന്ന 100 കോടി ജനങ്ങളുടെ ജീവൻ കാക്കാൻ കച്ചമുറുക്കി അംഗത്തിനിറങ്ങിയ ചാവേർ പടയ്ക്ക് ചോര കണ്ട് ധരിച്ചു നിൽക്കാനോ തളർന്നിരിക്കാനോ അവകാശമില്ലെന്ന് സാബ് തന്നെയല്ലേ പറയാറ്? യെസ് യെസ്, യു ആർ കറക്റ്റ്. നാടിന് വേണ്ടി പൊരുതാനും മരിക്കാനുള്ളവരാണ് നമ്മള്. ഐ എം സോറി. സോറി. भारत माता की जय।